ഒരു പരാജയമല്ല 300 പരാജയം വന്നാലും നമ്മളെ പുറകോട്ടില്ല. ഇടയ്ക്ക് ഒരു 10 മണിയാകുമ്പോഴത്തേനും മമ്മി എനിക്കൊരു കട്ടനിട്ടേക്കാം അതേ ഉള്ളൂ. എന്നാലും ഞാൻ പറയും ഇടമാനി കുറച്ച് നേരം നിർത്തം മതി പഠിച്ചത്. പക്ഷെ എപ്പം നോക്കിയാലും ഇത് ഒന്ന് കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പൊ പഠിത്തത്തില് ഇടയ്ക്ക് പറയാറുണ്ട് ഭൂമിയിലോട്ടൊന്ന് ഇറങ്ങി വരാമോ, ഞങ്ങളെ പോലെ കുറച്ച് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളോടൊക്കെ ഒന്ന് മിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് പറയും ഒന്ന് വരാവോ സാറേ, ഒന്ന് ചോറുണ്ടാവോ, വിളമ്പി വെച്ചിട്ടൊക്കെ വിളിച്ചാലും ചിലപ്പോൾ ഒരു കുറേ വിളിക്കണം ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ. വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇവരുടെ ഏജ് പരിധി എത്രയാണ്, സത്യം പറഞ്ഞാൽ ആ ലിമിറ്റ് കഴിഞ്ഞാലെങ്കിലും ഒന്ന് നിർത്തുമെന്ന് പറയാം. അപ്പോഴും ഞങ്ങൾ തീരുവല്ല, 2-3 വർഷം കൂടെ കിടക്കുമോ. ഓരോ പരീക്ഷയ്ക്കും പോകുമ്പോൾ ഞാൻ എന്നും പറയും മോനെ ഇത് നിന്റെ അവസാനത്തെ പരീക്ഷയായിരിക്കും, ഇനി പരീക്ഷ അങ്ങനെ ഒരു താക്കീത് കൊണ്ടുവരാൻ ചൂണ്ടുപറഞ്ഞോട് ലാലെ ഇത് നിന്റെ ലാസ്റ്റ് എന്നും ഞാൻ പറയും. ഹായ്, ഐ എം ലാലിച്ചൻ തോമസ്. ഞാൻ 2019 ട്രിവാൻഡ്രം റേസിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം കുറച്ച് നേരം ഡ്രോപ്പ് ഔട്ടായി. വീണ്ടും 2022 താൽക്കാലിക ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം തിരികെ വന്നു. അതിനുശേഷം പല എക്സാമുകൾ എഴുതി, അതിലെല്ലാം സമ്പൂർണ്ണ പരാജയമായിരുന്നു. എങ്കിലും എൻ്റെ കൂടെ സഹപ്രവർത്തകരും പലപ്പോഴും ഞാൻ റേസുമായിട്ട് കോണ്ടാക്ട് ഇരിക്കുമായിരുന്നു. പരീക്ഷകളിൽ തോൽക്കുന്നെങ്കിലും ഞാൻ തോൽക്കുമെങ്കിലും തോൽവിയിൽ നിന്ന് പല തെറ്റുകൾ എന്താണ് സംഭവിച്ചെന്നുള്ള പല കുട്ടികളോടും ഞാൻ സംശയങ്ങൾ ചോദിക്കും. അവരെല്ലാവരും എനിക്ക് തിരുത്തി തരുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ MDS ഇൻകം ടാക്സ് തമിഴ്നാട് പോണ്ടിച്ചേരി റീജിയനിൽ നിന്ന് സെലക്ട് ആയിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ നന്ദി. ഇതെന്റെ ഭാര്യ റോഷ്ന, ഇന്ത്യൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസ് സൂപ്രണ്ടന്റ് ആണ്. പിന്നെ 2 മക്കൾ, അമ്മയുണ്ട് കൂടെ. ഇച്ചയുടെ ഒപ്പം തന്നെ ഉണ്ട്. ഒത്തിരി സന്തോഷം. ആദ്യം തന്നെ പറയട്ടെ, 6-6.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്ന ഒരു വിജയം എന്ന് തന്നെ ഇത് പറയാം. ഇപ്പോഴും അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എത്രമാത്രം ഇത് റിയൽ ആണോ അതൊന്ന് റിയലൈസ് ചെയ്യാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഇതുവരെ ഞാൻ പറയില്ലേ അതിൻ്റെ ഫുൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് എനിക്കും തീർച്ചയായിട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. 300 എക്സാം, 300-നടുത്ത് PSC, SSC, റെയിൽവേ എല്ലാത്തരം പരീക്ഷകളിലും പരീക്ഷ എഴുതും. ഒരുപക്ഷെ ചില പരീക്ഷകൾക്ക് ഞാൻ 5-10 മാർക്കിന് തോറ്റുപോയിട്ടുണ്ട്. അത് എനിക്ക് തീർച്ചയായും ഫാമിലിയുടെ ഒരു വലിയ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ SSC എക്സാമിനേഷന് തീർച്ചയായും നോർമലൈസേഷൻ, അങ്ങനെ പല ലക്ക് ഫാക്ടറും കുറച്ചെല്ലാം അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ പരീക്ഷയുടെ സമയത്ത് ഏകദേശം 4-5 മിനിറ്റോളം എൻ്റെ മാത്രം PC ഷട്ട് ഡൗൺ ആയി പോവുകയും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും എനിക്ക് എക്സ്ട്രാ ടൈം കിട്ടിയെങ്കിൽ ആ സമയത്ത് ചെയ്തതെല്ലാം നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്തു. എങ്കിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഇത് എനിക്ക് കിട്ടിയത് കൂടുതലും ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ പലരുടെയും പ്രാർത്ഥനകളും പിന്നെ റേസിലെ മെന്റേഴ്സ്, അതുപോലെ തന്നെ ഒത്തിരിയേറെ കൂട്ടുകാരുണ്ട്, സഹപ്രവർത്തകരായിട്ടുള്ള ഒത്തിരിയേറെ എക്സ്-സർവീസ്മാന്മാരുണ്ട്, കൂടെ വേറെ മറ്റു കുട്ടികളുണ്ട്. അവരെല്ലാവരും ചേട്ടാ കുഴപ്പമില്ല, ഇനിയും ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം റേസിൽ JK സാറ് എപ്പോഴും പറയുമായിരുന്നു, വീണ്ടും ട്രൈ ചെയ്യൂ, കുഴപ്പമില്ല സാറേ, കിട്ടും. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം പകർന്നു തന്നത് എനിക്ക് വളരെയേറെ മോട്ടിവേഷൻ. വീണ്ടും എക്സാം എഴുതാനുള്ളൊരു എക്സാമും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ഒരു ചില മെഡിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടി വന്നു. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ചില പരീക്ഷകൾ ഡ്രോപ്പ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഏകദേശം പരീക്ഷകളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷകളുടെ തോൽവിയില് ഞാൻ എക്സാമിന്റെ തന്നെ ഞാൻ എഴുതുന്ന പേപ്പർ എടുത്ത് വെച്ച് വീണ്ടും വിശകലനം ചെയ്യാറുണ്ട്. അതിനകത്ത് എന്താണ് എനിക്ക് പാളിച്ച പറ്റിയെന്നുള്ളത്. അതിന്റെ ഒരു നേട്ടം എനിക്ക് കിട്ടി പലതും. ഈ 3-4 മിനിറ്റ് എനിക്ക് പോയെങ്കിലും ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി പോയായിരുന്നു എക്സാമിന്റെ ടൈമിൽ. എനിക്ക് തീർച്ചയായും ആർക്കറിയാം, പാർട്ട് 1-നേക്കാളും പാർട്ട് 2-ലാണ് നമുക്ക് എക്സാം സ്കോർ ചെയ്യേണ്ടത്, മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്കായി പോയപ്പോൾ എനിക്ക് ആകെ ഞാനൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയി പോയായിരുന്നു. അതിനുശേഷം ഒരു പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് വല്ലാത്ത പോലെ തോന്നി, എങ്കിലും എനിക്ക് എന്തോ ധൈര്യം കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും വളരെയേറെ നന്ദി. പ്രത്യേകിച്ച് ഭാര്യ എനിക്ക് ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തു. അവൻ്റെ ഭാര്യ മാത്രമല്ല, കുട്ടികളും വീട്ടിലുള്ള എല്ലാവരും എനിക്ക് ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തു. ബന്ധുക്കളും ഒത്തിരിയേറെ, എല്ലാവരുടെയും പ്രാർത്ഥനയും
പ്രത്യേകിച്ച് ജയകൃഷ്ണൻ സാറ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു കിട്ടും കിട്ടും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്. ധീരജ് സാറ്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. എനിക്ക് ഒത്തിരിയേറെ ആളുകളുടെ പേരെടുത്ത് പറയണമെങ്കിൽ ഒത്തിരി പേരുണ്ട്. അവർ എല്ലാവരോടും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ റേസ് ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും നന്ദി മാത്രം കേട്ടോ. ഇച്ച പറഞ്ഞു ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. സത്യമായിട്ടും പറയാം, സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറയുന്നില്ല, പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളിലെ ഒരു മനുഷ്യൻ ഉണരുമല്ലോ. ഞാനും വർക്കിംഗ് വുമനാണ്, പിള്ളേരെ കുഞ്ഞായിരുന്നു. ഇപ്പോഴും മോൻ UKG, മോള് 6ാം ക്ലാസ്സിലാണ്. അവരുടെ കുസൃതികളും നമ്മൾ ഈ വൈകിട്ട് 6:30 ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇച്ച പഠിക്കാനായിട്ട് അല്ലെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്കെങ്കിലും ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. കാരണം വേണ്ട, പരീക്ഷ ഒന്നും വേണ്ട, ഇനി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോകേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു. അതെ അതെ, ബന്ധപ്പെട്ട് ഒത്തിരി ദിവസങ്ങൾ ചെറിയ സ്പീച്ച് ഡിലേ വന്നു ആ കൊറോണ ടൈമിൽ. അപ്പൊ നോക്കാൻ ആരും ഇല്ലായിരുന്നു, സ്കൂള് ഡേ കെയർ ഒന്നും ഇല്ലാതിരുന്നപ്പോ ഇച്ചാണെങ്കിൽ ആർമിയിൽ നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ പിള്ളേരെ ഒന്നും നോക്കിയ ഒരു ശീലമൊന്നുമില്ല. അപ്പോഴ് മോനെയും മോളെയും നോക്കേണ്ട ഒരു കുഞ്ഞു പ്രായം. അപ്പൊ ശരിക്കും ആ സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞാലെ രാത്രിയൊക്കെ ശരിക്കും ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് സങ്കടവും തോന്നും. ഞാൻ പറയും ഇല്ല കിടക്ക് ഇല്ല, അപ്പൊ ഇങ്ങനെ ഓക്കെ എന്ന് പറയും. വേറൊന്നും കൊണ്ടല്ലായിരുന്നു, മരുന്ന് കഴിക്കുന്ന ഞാൻ ശ്രീചിത്രയിലെ ഫോളോ അപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ മെഡിക്കൽ കണ്ടീഷനിൽ എൻ്റെ അത്ര നല്ലതല്ല എങ്കിലും എനിക്ക് ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഈ കാണുന്ന രൂപമല്ല, ഞാനൊരു 10 വർഷം മുമ്പുള്ള രൂപമല്ല എൻ്റെ ഇപ്പോഴത്തെ രൂപം. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്ന അനുഭവിച്ചവരൊക്കെ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ശ്രീചിത്രയിലെ ഫോളോ അപ്പിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ഞാനിപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ കൂടിയും ഓർമ്മക്കുറവ് പല പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഭാര്യ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും മറന്നു പോവുമെങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ നോക്കും. കുട്ടികൾ കൂടെ വരുന്ന സുഹൃത്തുക്കളായാലും അവരായാലും വീണ്ടും വന്ന് ചോദിക്കും, ഇത് പഠിച്ചോ സാറേ, ഇത് പഠിച്ചോ. ഞാൻ പറഞ്ഞ സാറേ ഞാൻ പഠിക്കുന്നുണ്ട്. എന്നാലും അവരിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പം അറിയാതെ തന്നെ നമ്മളും പഠിച്ചു പോവുകയാണ്. അടുത്തിടെ വന്ന കുറച്ച് സർക്കിളിലുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരെ വളരെ സർക്കിളായിട്ട് ഫോം ചെയ്ത് എന്നോട് പലപ്പോഴും JK സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സർക്കിളായിട്ട് സാറെ ഫോം ചെയ്യണം. പക്ഷെ എനിക്ക് സർക്കിൾ ഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം വേറൊന്നുമല്ല, ഞാൻ 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുന്നതിന് മുന്നേ വേറെ എവിടെയെങ്കിലും പോകും. അത് കാരണം എനിക്കൊരു സർക്കിൾ ഫോം ചെയ്ത് പഠിക്കാനുള്ള ഒരു കുട്ടികളെ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ സ്വയമായി ഉണ്ടായതല്ല, എനിക്ക് ആ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ആ സമയത്തിന്റെ ഭാഗമായി കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് വന്നു അച്ചായനും അമ്മയ്ക്കും ഒക്കെ ആണെങ്കിലും. അപ്പോൾ അതിനൊക്കെ 2 മക്കളാണ് ഇവര്. മൂത്തയാളാണ്, ഇളയാള് മധുരയില. അപ്പോൾ വീട്ടിൽ എന്തൊരാവശ്യം വന്നാലും അത്യാവശ്യം ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ 6 വർഷം എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ 6 വർഷം നീണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറഞ്ഞല്ലോ ഫാമിലിയുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസായിട്ടും പിന്നെ കൊറോണ, പിന്നെ ഒരു 1.5 വർഷം നമ്മൾ വേറെ ഒരു താൽക്കാലിക ജോലിക്ക് പോയിരുന്നു. അങ്ങനെയൊക്കെ നീണ്ടുപോയി ഈ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് വന്നു ചേരാൻ. 6 വർഷം തീർച്ചയായിട്ടും ചെറിയൊരു ടെന്യൂർ അല്ല. കാര്യം തീർച്ചയായും ഒരു എഞ്ചിനീയറിംഗ്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പാസ്സാവും, ഒരുപക്ഷെ പെട്രോൾ അടിച്ച് ആറ്റിങ്കൽ. ഞാൻ തിരുവനന്തപുരത്ത് ഒരുമാതിരിപ്പെട്ട ഞാൻ തിരുവനന്തപുരത്തുകാരനല്ല, ആലപ്പുഴക്കാരനാണ്. എങ്കിലും ഞാൻ തിരുവനന്തപുരത്ത് ഒട്ടുമുക്കാൽ സ്കൂളുകളിൽ ഞാൻ പോയി പരീക്ഷ എഴുതാൻ പറ്റി. ഗേൾസിന് മാത്രമുള്ള സ്കൂളുകളുണ്ട്, അവിടെയും പോയി പരീക്ഷ എഴുതാൻ പറ്റി. അത് പരീക്ഷ എഴുതുന്നതല്ല, ഓരോ പരീക്ഷകൾക്കും PSCയുടെ പരീക്ഷയിൽ പോലെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടുന്നത് SSCക്ക് ഗുണം ചെയ്യും. പക്ഷെ ബാങ്കിന്റെ വേറെ ലെവലാണ്. എങ്കിലും ബാങ്കിന്റെ പരീക്ഷയും എനിക്കിപ്പോൾ പ്രിലിംസ് ഞാൻ മെയിൻസ് 3 പ്രാവശ്യം എഴുതി. പക്ഷെ അത് എന്നെ കൊണ്ട് പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് എന്നാലും ശ്രമിച്ചു. അത് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഓരോ പരീക്ഷ എഴുതുമ്പോഴും അത് കണക്ക് കുറച്ച് പേരുണ്ട് തീർച്ചയായും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നിന്നെ കൊണ്ട് പറ്റും അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ റൈസ് പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് 10 മണി വരെ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശനി ഞായർ വരെ ഓപ്പൺ ആണ്. അവിടുത്തെ സെക്യൂരിറ്റീസ് ആണെങ്കിലും അവരെല്ലാവരും എപ്പോഴും സാറേ ജോലി കിട്ടും, സാർ ഇവിടെ ഇരുന്ന് പഠിക്കുക. അവർ എല്ലാവരും ഈവൻ ദോ ക്ലീനിങ് സ്റ്റാഫ് വരെ അത് കണക്കുള്ളൊരു സപ്പോർട്ടാണ് നമ്മളോട് ചെയ്തത്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ഒരു സമയത്ത് റൈസിലെ പ്രത്യേകിച്ച് ആ ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എഫിഷ്യന്റ് വേ ആണ്. കാര്യം ആ ശനി ഞായറൊക്കെ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ കൂടുതൽ ശനി ഞായറും ഒക്കെ ഇടയ്ക്ക് ദിവസങ്ങളിൽ വന്നേ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ല എനിക്ക് മോക്ക് ടെസ്റ്റ് വീട്ടിൽ ഇരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലാതെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എക്സ് സർവീസ്മാൻമാർക്ക് ഇതൊരു ഇറങ്ങുന്ന സമയത്ത് തന്നെ എല്ലാം ഒരു 2 വർഷത്തിനുള്ളിൽ കിട്ടിയാൽ നല്ലതാണ്. കൂടുതലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പല പ്രശ്നങ്ങളാണ് അവർ മുന്നിലായിട്ട് അക്യുമുലേറ്റഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 2 വർഷം തന്നെ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് പുറത്തു പോകാതെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്
പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ എൻ്റെ ഈ ഇതിൽ തന്നെ വേക്കൻസി കുറച്ച് കൂടി, അതെല്ലാം ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അതിലുപരി നിങ്ങൾ പ്രത്യേകിച്ച് എക്സ് സർവീസ്മാൻ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെറിയൊരു പ്രശ്നം, ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായും പഠനം വിട്ടുകളയാമെന്ന് വിചാരിക്കരുത്. കാര്യം നമ്മളെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു വേക്കൻസി സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടുക, അത് തീർച്ചയായിട്ടും റൈസ് പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചോളം അവർക്ക് ഇത്രയും സമയം നമുക്ക് വേണ്ടി രാത്രി 10 മണി വരെ തരുന്നുണ്ട്. ഒരു പക്ഷേ ജോലിക്ക് പോകേണ്ടി എവിടെയെങ്കിലും വന്നാൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് അവരുടെ ഡോർ എപ്പോഴും ഓപ്പൺ ഫോർ റേസിലെ സ്റ്റുഡന്റ്, റേസിലെ ഒരു പ്രാവശ്യം രജിസ്റ്റർ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി പല പരീക്ഷകളും നമ്മുടെ മുന്നിൽ വരാനുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റും. കാര്യം എന്നെ പോലെ പല പ്രശ്നങ്ങളും, പ്രാരാബ്ദങ്ങളും മെഡിക്കൽ കണ്ടീഷൻസും എല്ലാം എന്നെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവരെയും കൊണ്ടും പറ്റും. ഇതെന്നെ പഠിപ്പിച്ചത് വേറൊന്നുമല്ല, എൻ്റെ ഈ രോഗാവസ്ഥയിൽ ഞാൻ പലരുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അതിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്, അതായത് അദ്ദേഹവും സീസർ ഡിസോർഡറിന് അടിമയായിരുന്നു. പിന്നാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളുടെ മോട്ടിവേഷൻ ടോക്ക്. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒക്കെ മോട്ടിവേഷൻ ടോക്ക് കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ ഡെസ്പ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എവിടെ ചെന്നാലും, ഈവൻ ദോ നമ്മുടെ എക്സാമിനേഷൻ സെന്ററിൽ പോയാലും അവർ വരെ ഫെമിലിയർ ആണ്. സാർ വീണ്ടും വന്നോ, ഓക്കെ കുഴപ്പമില്ല സാറേ, വീണ്ടും എഴുതും. അങ്ങനെ എവിടെയും നമ്മളൊരു ഫെമിലിയർ ഫേസ് ആയി കഴിഞ്ഞ് പിന്നെ തീർച്ചയായും ഈ ഒരു പരീക്ഷ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഞാനും ഒരു 50-50 ചാൻസ് ആയിരുന്നു. അതും ഇത് കിട്ടുമോ തന്നെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പോഴത്തെ CGL ആയാലും മാർക്കുണ്ട്, പക്ഷേ മാർക്ക് പോരാ, മാർക്ക് ഒരു അപ്രോക്സിമേറ്റ് അടുത്ത് വന്നു. ഞാൻ അതിനും 100 താഴെയായിരുന്നു ആദ്യമൊക്കെ ഞാൻ എഴുതുമ്പോൾ. എനിക്ക് ടയർ 2 കിട്ടിയാലും എനിക്ക് ടയർ 2 100 താഴെയായിരുന്നു. ഇത്തവണ 200 അടുത്ത് മാർക്ക് വന്നു. അതിൽ ക്വാളിഫൈഡ് ആകാൻ പറ്റില്ല, അതിൽ ഞാൻ ഇതാകുന്നില്ല, എനിക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല. എല്ലാവരെ കൊണ്ടും CGL SSCയിൽ എല്ലാം എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലവരുണ്ട് കുഴപ്പമില്ല, സിമ്പത്തി എമ്പത്തി ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒത്തിരി ചിലവർക്കുണ്ട്. അങ്ങനെയുള്ളൊരു ചില കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമയം ചിലവഴിക്കുക. കാര്യം അവർക്ക് ഹൈ പോസ്റ്റൊക്കെ പ്രിഫർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, എന്നെങ്കിലും അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലവരുണ്ട് മനുഷ്യത്വത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രായം ഇങ്ങനെ മുതിർന്ന ഒരു ചേട്ടൻ, സുഹൃത്ത്, ജ്യേഷ്ഠൻ, അങ്ങനെയുള്ള നിലയിൽ തോന്നുമ്പം ഞങ്ങളുടെ സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സംശയമായിരിക്കും. പക്ഷെ ആ ഒരു ഒബ്സ്റ്റിക്കിൾ കാരണം വലിയ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ടും പറ്റുമായിരിക്കും, ആ കുട്ടികളെയും കൊണ്ട് പറ്റും. പക്ഷെ ഈ ഒരു ചെറിയൊരു പ്രശ്നം കാരണം നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും എന്നോട് ഞാൻ ചോദിച്ച ഒരു കുട്ടികളും പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ, ചേട്ടാ ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചേട്ടാ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ട് തരാം, അങ്ങനെ പറയുന്നൊരു കുട്ടികളെ ഞാൻ നന്ദിയോടെ ഓർക്കണം. എല്ലാവരും ബിടെക്കും നല്ല ഉയർന്ന പഠന നിലവാരത്തിലുള്ള, ഞാനും അന്ന് ഗ്രാജുവേഷനാണ്, പക്ഷേ അന്നത്തെ ഗ്രാജുവേഷൻ ഇന്നത്തെ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെയുള്ള ഈ കുട്ടികൾ എന്ത് വേണേലും പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ആരും എന്നോട് അങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എപ്പോഴും പറഞ്ഞു, ചേട്ടാ അതിന് ഒരു കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അപ്പോൾ ഞാൻ തന്നെ ചെയ്യും, അതിന് എനിക്ക് തെറ്റ് വീണ്ടും വരുത്തും. അപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നും കൂടെ ചെയ്ത് അത് ക്ലാരിറ്റി വരുത്തി വീണ്ടും അതിനോട് ചോദിക്കും, അല്ലെങ്കിൽ മോളെ ഇതൊന്ന് പറഞ്ഞുതരാമോ. അവരോട് ഒരിക്കലും എനിക്ക് സ്വന്തം മക്കളോട് പെരുമാറുന്ന കണക്ക് തന്നെ, അല്ലെങ്കിൽ അവരെന്നോട് ഒരു മുതിർന്ന ജ്യേഷ്ഠനോട് പെരുമാറുന്ന രീതിയിൽ അവരോടെല്ലാം പെരുമാറിയിട്ടുള്ളൂ. അവരും എന്നോട് തിരിച്ച് അങ്ങനെ തന്നെയാണ്. ആ ഒരു ആദരവ് കുട്ടികൾ, പിന്നെ എല്ലാവരെയും ഒരേപോലെ പെടുത്താൻ പറ്റത്തില്ല നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു അത് ശരിയായിട്ടുള്ള സമീപനമല്ല. ഇപ്പം ചില കുട്ടികളുണ്ട്, അവർ വേറെ ആരോടും തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യും, തന്നെ പഠിക്കും. അങ്ങനെയുള്ള കുട്ടികൾ മിങ്കിളാകുന്ന കുറച്ച് കുട്ടികളുണ്ട്. കുഴപ്പമില്ല, ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതലും നമ്മളും പഠിക്കുകയാണ്, അവർക്കും ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ 60 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു എക്സാമിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു പ്രഷർ തന്നെയാണ്. അത് നേരിട്ട് അനുഭവപ്പെട്ടുള്ള ഓരോരുത്തർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിലാണ് കുട്ടികൾ പരാജയപ്പെടുന്നത്, ആ എക്സാമിനേഷന്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെ വന്നുള്ള എല്ലാ കുട്ടികളെ എനിക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് വളരെയേറെ നന്ദിയോടെ ഓർക്കുന്നു ഈ അവസരത്തിൽ. പറഞ്ഞിട്ടുണ്ട് റോഷന, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മടിയാ റോഷന, പിള്ളേരൊക്കെ ഞാൻ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ സാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന്, സാറാന്ന് വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇടയ്ക്ക് എങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒരിച്ചിരി മടി തോന്നുന്നു എനിക്ക് ക്ലാസ്സിൽ പോയിരിക്കാമെന്ന്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഇത്ര ഏജ് ആയിട്ടുള്ള ആളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനല്ല, എന്നെക്കാൾ ഏജ് ഉള്ളവർ വരുമായിരിക്കും. ഒരു പക്ഷെ എൻ്റെ ഈ ബോഡി സ്ട്രക്ചർ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കാറുണ്ട് സോൻമണി കുട്ടികളെ. ഞാൻ ഫ്രീക്വന്റ് ആയിട്ടൊരു റേസിൽ ഇരുന്നിട്ടില്ല. ഒരു 2-3 മാസത്തിൽ കൂടുതൽ ഞാൻ അതിന് ഡ്രോപ്പ് ഔട്ട് ആവും. അത് കഴിഞ്ഞ് വേറെ അല്ലെങ്കിൽ PSC പിള്ളേരുടെ കൂടെ PSC പഠിക്കുന്ന കുട്ടികളുടെ കൂടെ പോയി തന്നെ ഇരുന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ചിലവർക്ക് സംശയം വരും, ഇത് വല്ലോ മെന്ററോ
ആണോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു ഞാൻ മെന്റർ ഒന്നുമില്ല, ഞാൻ പഠിക്കാൻ വന്ന. അന്നേരം ആ കുട്ടികൾ എന്നോട് ചോദിക്കും, ചേട്ടാ എത്ര പരീക്ഷയായി? അവരെല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്, എത്ര ജോലി കിട്ടിയോ ചേട്ടാ, ജോലി കിട്ടിയോ? ഇനി ആ പിള്ളേർക്കൊക്കെ എൻ്റെ ഇച്ഛ ഒരു ഇൻസ്പിറേഷൻ ആകണം. 300 പരീക്ഷയോളം എഴുതിയിട്ടെങ്കിലും ലാസ്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ കൈ വന്നു ചേരുമെന്ന് എൻ്റെ ഇച്ഛ തെളിയിച്ചു. ഞാൻ ആദ്യമൊക്കെ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. റീസണിങ്ങിൻ്റെ ഒക്കെ ചില കാര്യങ്ങൾ, റീസണിങ്ങിന് അത്ര പാടില്ല, പക്ഷെ എന്നാലും എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാം എഴുതുമ്പോൾ ഈ എക്സാമിൻ്റെ കൂടാതെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളോട് പറയും, നിങ്ങൾ എഴുതിയ പല ഷിഫ്റ്റുകളായിരിക്കും, മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിരിക്കും. ഒരുമാതിരി നമ്മുടെ ഫേസ് 12, ഫേസ് 11 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്, ഷിഫ്റ്റ് ഇതെല്ലാം വരുന്നത് പല ഷിഫ്റ്റുകളായിട്ടാണ്. ഈ ഷിഫ്റ്റിലെല്ലാം പെടുന്ന കുട്ടികൾ പരീക്ഷ എഴുതിയതിന് ശേഷം ഞാൻ പറയും അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറയും. മാക്സിമം കുട്ടികൾ അയച്ചു തരാറുണ്ട്. അന്നേരം ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊന്ന് നോക്കും, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. എനിക്കറിയത്തില്ലെങ്കിൽ മിക്കവാറും ആൺകുട്ടികളാണ് കുറച്ച് കൂടുതലുള്ളത്. അവരോട് ഞാൻ ഉടനെ തന്നെ വോയിസ് മെസ്സേജ് ഇടും, ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരണമെന്ന് പറയും. പക്ഷേ ആ കുട്ടികളുടെ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്കത് ടാക്ടിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നിസ്സാരമായി ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ ചില ഒബ്സ്റ്റിക്കിൾ അത് വന്ന് അന്നേരം ഞാൻ കുറച്ച് നോട്ട് ബുക്ക്, ഞാനിപ്പോൾ ഓർക്കുന്ന എൻ്റെ കൂടെ ഒരു സുഹൃത്ത് വിജയ് എന്ന് പറഞ്ഞ വിജയ്നാഥ്, അദ്ദേഹം എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹം പല ടെക്നിക്കുകളും പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് നെവർ ഡേ ആറ്റിറ്റ്യൂഡാണ്, ഒരിക്കലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇത് കണക്ക് എന്നെ ഒത്തിരിയേറെ മോട്ടിവേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും കുറച്ച് പോരായ്മകളുണ്ട്. ഇംഗ്ലീഷ് അത്ര നല്ല ഇറങ്ങിയ സമയത്തെ നിലവാരത്തിലല്ല ഇപ്പോഴും നിൽക്കുന്നത്. കാര്യം ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ഓരോ ദിവസവും ഓരോ പരീക്ഷകൾക്കും കൂടി വരികയാണ്. ചില ടൈപ്പിംഗ് ഉള്ള പരീക്ഷകൾക്ക് ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് അത്ര വേണ്ട. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റുള്ളതിന് അവർ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എങ്കിൽ കൂടിയും നമ്മുടെ കോമ്പറ്റീഷൻ പർപ്പസിൽ ഞാനങ്ങനെ എനിക്ക് മുൻവിധി പാടില്ലെന്ന് പറഞ്ഞ് എന്നെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ വീക്കായിരുന്നെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന്, അതായത് റീസണിങ്ങിന് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുമായിരുന്നു. അതായത് 60 മിനിറ്റ് ഉണ്ട്, 60 മിനിറ്റിനകത്ത് മാക്സിമം അതിനകത്ത് സ്കോർ ചെയ്യും. പിന്നെ GK സെക്ഷനകത്ത് ഇവിടെ പോവുകയാണെങ്കിൽ പല എക്സാമിന് പല സ്ട്രാറ്റജിയാണ്. അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് തന്നെ MDSൻ്റെ കഴിഞ്ഞ ഈ പരീക്ഷ ഞാനിപ്പം ഇൻകം ടാക്സിൽ എനിക്ക് MDS ആയിട്ട് കിട്ടിയ ഈ എക്സാമിന് പോലും എനിക്ക് ടൈം വളരെ കുറവാണ് കിട്ടിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോമ്പൻസേറ്ററി ടൈം തന്നായിരുന്നു 4 മിനിറ്റ്. ആ 4 മിനിറ്റ് കൊണ്ട് ഞാൻ ഇംഗ്ലീഷിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റീഡിങ് കോമ്പിനേഷൻ അത് ഞാൻ പിന്നീട് എക്സാം കഴിഞ്ഞ് ഇവിടെ വന്ന് എക്സാം കഴിഞ്ഞ് ഞാൻ അനാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇതെന്തുകൊണ്ട് എന്നെ കൊണ്ട് തെറ്റി. ആ എക്സാമിൻ്റെ പ്രഷർ കൊണ്ട് തെറ്റിയതാണ്. എനിക്ക് 4 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടിയെങ്കിലും ആ 4 മിനിറ്റ് കൊണ്ട് ചെയ്തതെല്ലാം തെറ്റാണ്. അങ്ങനെ എങ്കിലും എനിക്ക് റോ മാർക്ക് വലിയ മോശമില്ലാത്ത റോ മാർക്ക് കിട്ടി. അതേപോലെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ പറഞ്ഞ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്നിട്ടും വിശ്വാസമില്ല. കാര്യം ഞാനൊരു ഏകദേശം 300 പരീക്ഷയോളമായി. അന്നേരപ്പോൾ എന്തോ ഈശ്വരാധീനം ഒന്ന് നമ്മുടെ വേക്കൻസി കൂട്ടി. പിന്നെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞ് പലരും നമ്മളെ കുറ്റപ്പെടുത്തുമായിരിക്കും. എങ്കിലും നിങ്ങൾ ആരും പരാജയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ പരാജയത്തിനെ നേരിട്ട് കാണുന്നവരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭീരുക്കളാണ്. അവർ ഒരിക്കലും എക്സാം എഴുതാനോ അല്ലെങ്കിൽ തോറ്റു പൊക്കോട്ടെ, കുഴപ്പമില്ല. ജീവിതത്തിൽ എല്ലാവരും വിജയിക്കണമെന്നില്ല. ജീവിതം പരീക്ഷ മാത്രമല്ല. ജീവിതം എനിക്ക് JK സാർ ഒത്തിരിയേറെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഒത്തിരിയേറെ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എപ്പോഴും സാറെ കുഴപ്പമില്ല, കിട്ടും. ഇങ്ങനെ 2-3 പേരുണ്ട്, എന്നെ കൂടാതെ 2-3 പേരുണ്ട് ഇപ്പോഴും റേസിൽ 200 റേസിൽ എനിക്ക് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് തന്നെ. യഥാർത്ഥത്തിൽ 300 പരീക്ഷകൾക്ക് ശേഷം ഒരു പരീക്ഷ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ആഹാരം കഴിക്കുന്നതിന് മുന്നെയാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അതെൻ്റെ സുഹൃത്ത് യതീന്ദ്രൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ ആയിരുന്നു. ഭക്ഷണത്തിന് ശേഷവും വീണ്ടും ഒരു കോൾ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തേക്കാന്ന് വെച്ചു. എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു പ്രീതു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ആയിരുന്നു. എനിക്ക് ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. നേരിട്ട് പോയി വീണ്ടും സൈറ്റെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയേറെ ഇത് തോന്നി. എനിക്ക് കിട്ടാൻ ഒരു 50-50 ചാൻസ് ആയിരുന്നു. അന്നേരം എനിക്ക് കണ്ടപ്പം അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഏകദേശം 2 മണി 3 മണി 4 മണി വരെയോളം ഞാൻ ഉറക്കാതിരിക്കും. ഭാര്യയും പിള്ളേരും കുട്ടികളും എല്ലാം പറയാണ് എന്താ ഉറങ്ങാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാഴ്ച ഒത്തിരി സന്തോഷം വന്നാലും നമ്മൾ ഉറങ്ങുകയല്ല.
ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. എനിക്കൊരു വട്ടം നാഷണൽസ് ഫസ്റ്റ് ടൈം നമുക്ക് നാഷണൽ മെഡൽ വന്നപ്പോൾ അന്ന് നൈറ്റ് മൊത്തം ഫുൾ ബോഡി ടയർഡാണ്. ഫിസിക്കൽ അറിയാമല്ലോ. അപ്പോൾ നല്ല ടയർഡാണ്, പക്ഷെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അന്ന് ഇച്ചാണെങ്കിൽ ഉറങ്ങുന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, ഇങ്ങനെ ദീർഘശ്വാസം എടുത്ത് വലിക്കുന്നു. അപ്പം ഞാൻ ഒന്ന് കണ്ണ് മയങ്ങിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും ഉറങ്ങാതെ കിടക്കുക. ഞാൻ എണീറ്റ് പൊക്കോട്ടെ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ കിടക്കുക, അതെന്നാ? അപ്പം പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല എന്നാണ്. അല്ല, അതിന് കുറച്ച് കാരണം വേറെയും ഉണ്ട്. എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവര് കുറച്ച് പേര് ആറ്റുകാൽ പൊങ്കാലയും അങ്ങനെയുള്ള കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു. കുറച്ച് എക്സ്-സർവീസ്മാൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ അവരോടെല്ലാം ചിലവരെ വിളിച്ചപ്പോൾ എടുത്തു, ചിലവർക്ക് വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് കൂടെ അറിയിച്ചു കൊടുക്കാം, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. റേസിൽ തന്നെ പഠിക്കുന്ന പല സുഹൃത്തുക്കളുണ്ട്. അവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരിയേറെ മറ്റുള്ളവർക്കും കൂടെ ഞാൻ നോക്കി, അവർക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പരീക്ഷ എഴുതിയ എക്സ്-സർവീസ്മാൻമാർ ആരും തോറ്റുപോയിട്ടില്ല. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കാതിരിക്കരുത്. നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത്, നമ്മളോട് തന്നെ തെറ്റ് ചെയ്യുന്നത്, നമ്മളെ കുടുംബത്തോടും തെറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രൈവറ്റ് ഫീൽഡിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്-സർവീസ്മാൻ എന്ന നിലയിലേക്ക് നമുക്ക്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പക്ഷേ ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ നമ്മൾ തീർച്ചയായും മിലിറ്ററിയിൽ സർവീസ് ചെയ്തവർക്ക്, എന്നെ കേൾക്കുന്ന മിലിറ്ററി സർവീസ് ചെയ്തവർ എല്ലാവർക്കും അറിയാവുന്നതാണ്. മിലിറ്ററി സർവീസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഷെഡ്യൂൾ ഓഫ് പാറ്റേൺ ആണ്. എല്ലാം അവർ പറയുന്ന രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ടാണ് എല്ലാം പോകുന്നത്. പക്ഷെ നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ലൈഫും അവിടുത്തെ ലൈഫും കൂടെ എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ്. നമ്മളിവിടെ 100% നമ്മളെല്ലാവരോടും സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ സത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ കൂടെ, സത്യമേവ ജയഹേ എന്ന് പറയുന്നതിനൊക്കെ, പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരനായി പോകും. സത്യത്തിന് കൂടെ നിന്നാലും നമ്മളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തും. കാരണം നമ്മളൊരു താൽക്കാലിക ജീവനക്കാരനാണ്. ഞാൻ അത് അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആൾക്കാരെ ഒത്തിരി താൽക്കാലിക ജോലി എന്ന് പറയുമ്പോൾ ഞാൻ കുറേ വട്ടം പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇച്ചാ ഇനി നമുക്ക് വേണ്ട, എക്സാം നിർത്തുക. കാരണം കുറേ ഞങ്ങൾ ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾ പുറത്തൊരുമിച്ചൊരു യാത്രയോ, പിള്ളേരാണെങ്കിലും എപ്പോഴും പറയും കൂട്ടുകാരൊക്കെ കറങ്ങാൻ പോയി പപ്പ, ഞങ്ങളെ മാത്രം തന്നെ കൊണ്ടാത്തത്. അപ്പോൾ എന്ത് ഞങ്ങളൊന്ന് തീരുമാനിക്കണമെന്ന് വെച്ചാലും ഓട്ടോമാറ്റിക് ഒരു എക്സാം കാണും. അപ്പോൾ ഇച്ഛ ഇല്ലാതെ പിന്നെ നമ്മൾ പോവുകയല്ല. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഒരിടവും പോകാൻ. എൻ്റെ ഭാര്യ ഒത്തിരി സഹായിച്ചു ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർക്കുകയാണ്. നമ്മുടെ ഈ പരീക്ഷകൾക്കിടയ്ക്ക് പല സുഹൃത്തുക്കളും നമ്മൾ വിചാരിക്കും, പക്ഷെ പലരുടെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പലതാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് എക്സ്-സർവീസ്മാൻ സുഹൃത്തുക്കളുണ്ട്. അവർ ഡ്യൂട്ടിക്കിടയിലും അത് കഴിഞ്ഞ് രാത്രിയിലും ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കുന്നവരുമുണ്ട്. പക്ഷേ പരീക്ഷകൾ എഴുതാനും ഇതിനുമൊക്കെ ഒരു സെറ്റ് പാറ്റേണിൽ പോയില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ എയർഫോഴ്സ് നേവിക്കാർ നേരത്തെ തന്നെ അവർക്ക് കുറച്ചൊക്കെ എക്സ്പോഷർ ഉണ്ട്. പ്രത്യേകിച്ച് ആർമിക്കാർക്കാണ് ഇതിനെക്കുറിച്ച് പലർക്കും, ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല. എനിക്ക് ഈ പരീക്ഷ എഴുതാൻ മേലെന്നുള്ള ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. പക്ഷേ റേസിൽ വന്നു കഴിഞ്ഞപ്പോൾ റേസിലെ കുറച്ച് നല്ലവരായ കൂട്ടുകാരുണ്ട്. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നീ പരീക്ഷ എഴുതാം, ഈ എക്സാം എഴുതാൻ പാടില്ല, സ്റ്റെനോയുടെ പരീക്ഷ എഴുതാം, ആ പരീക്ഷ എഴുതാം. പക്ഷെ നമുക്കിതിനെക്കുറിച്ച് അറിവില്ലായ്മ മൂലം താൽക്കാലികമായ ജോലി നമുക്ക്, എന്നെ സംബന്ധിച്ചോളം തിരുവനന്തപുരത്ത് നമുക്കൊരു താൽക്കാലിക ജോലി കിട്ടും. പക്ഷെ താൽക്കാലിക ജോലിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പോലും നമ്മളെ പിരിച്ചുവിടും. അപ്പോൾ നിങ്ങളോട് തന്നെ ഒരു കുറ്റബോധം തോന്നും. അന്ന് കുറച്ചും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ടെന്ന്, ഒരു ശകലവും കൂടെ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കിട്ടിയാനെ. പക്ഷെ അവരോട് എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ, ഓർഗനൈസേഷൻ, അങ്ങനെ കുറച്ച് ലക്ക് ഫാക്ടേഴ്സും കയറി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ താൽക്കാലിക ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രമിക്കൂ. ഒരിക്കലും പരാജയപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് പരീക്ഷയിൽ പോകാതിരിക്കുക. പരീക്ഷ എഴുതുന്ന ദിവസം ഇങ്ങനെ തന്നെ വിചാരിക്കുക. അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ തന്നെ, ഇന്നത്തെ ദിവസം എൻ്റെയാണ്, എൻ്റെ കൂടെ ദൈവമുണ്ട്, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ. അതുപോലെ തന്നെ ഇന്നത്തെ എക്സാമിന്റെ ലാസ്റ്റ് എക്സാം ആണെന്ന് പറഞ്ഞു എഴുതുക. അതിൻ്റെ അർത്ഥം അതല്ല ഇത് തോറ്റു കഴിഞ്ഞാൽ പിൻവാങ്ങാനുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഓബ്സ്റ്റിക്കിൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും, ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചിട്ട് 6 വർഷം എങ്ങനെ, എനിക്ക് തോന്നുന്നില്ല. റേസിൽ ഞാൻ പലപ്പോഴും എല്ലാവർക്കും എന്നെ ഫെമിലിയറാണ്. പക്ഷെ പല കുട്ടികൾക്കും അവർക്കെല്ലാം എന്നെ അറിയാം. പക്ഷെ എനിക്ക് എല്ലാവരും മനസ്സിലാക്കാനുള്ള, റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവില്ല. ഞാൻ CGL-നും ഒക്കെ ടൈപ്പിങ്ങിന് പോകുമ്പോൾ അടുത്തും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ ചേട്ടാ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ റേസിൽ പഠിക്കുന്നത്. ഓക്കെ ചേട്ടാ അറിയാം. ഇതാണ് എൻ്റെ മോള് സേറ മരിയ, കാർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്, 6th സ്റ്റാൻഡേർഡിലാണ്.
ഇതെൻ്റെ മോന് സാം ആന്റണി, ശാന്തിനികേതൻ സ്കൂൾ, വഴുതക്കാടാണ് പഠിക്കുന്നത്. എനിക്ക് നല്ല സന്തോഷമായി. എനിക്ക് നല്ല സന്തോഷമായി. മോളെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, പപ്പ എന്താ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാത്ത. അതായത് അവളോട് പഠിക്കണമെന്ന് പറയുമ്പോൾ പപ്പ എഴുതിയിട്ട് എന്നാ പാസ്സാകാത്ത, പപ്പായും പരീക്ഷ എഴുതുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് പപ്പയുടെ. അല്ല, അതിന് വേറെ കാരണമുണ്ട്. ഞാൻ 1ാം ക്ലാസ്സിൽ ഇവിടെ ചേർക്കുന്ന സമയത്താണ് ഞാൻ റിട്ടയർഡ് ആയി വരുന്നത്. അപ്പോൾ ഞാൻ 6 വർഷമായിട്ട് ഇവിടെ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്നേരം കൊച്ചു ചോദിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഞാൻ കൊച്ചിനെ അവളുടെ കൊച്ചിലെ മുതലേ പപ്പായിരുന്നു പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ ഇടയ്ക്കൊക്കെ പിന്നെ 2 പേര്, അതെ ഇവര് 2 മാത്സ് ഒക്കെ ആണെങ്കിലും ഇവളുടെ അപ്പം ഇച്ച പറയാറുണ്ട്, മോളെ ഇപ്പൊ പഠിക്കുക, ഈ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പരീക്ഷയ്ക്ക് വരുന്നത്. കാരണം ഇവര് തമ്മിലാണേലും ഡിസ്കസ് ചെയ്തിരുന്ന് പഠിക്കുന്ന കാണാറുണ്ട്. കാര്യം ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്. അതിന്റെ ആയിട്ടുള്ള ഒരു കുറവ് എനിക്കറിയാം. ഞാൻ ഞങ്ങളുടെ നാട്ടില് പലപ്പോഴും വെള്ളപ്പൊക്കം, ഇങ്ങനെ സ്കൂളില്ല, ക്ലാസ്സില്ല, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ നമ്മുടെ ബേസിസ് ഇല്ലാത്ത കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. 2 പേര് ഏത് പള്ളിയിലും ആദ്യമായിട്ട് പോയാൽ എൻ്റെ പപ്പയ്ക്ക് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ഇൻകേസ് മറന്നുപോയ മോനെ പപ്പയുടെ കാര്യം പറയാന്ന് പറയുന്ന 2 പേര്, ഇവനൊക്കെയാണ് ഉറക്കം എൻ്റെ പപ്പയ്ക്ക് ജോലി കിട്ടുന്നത്. അങ്ങനെ ഏത് പള്ളിയിൽ പുതിയതായിട്ട് പോയാലും പറയാറുണ്ട്. പൊങ്കാലയുടെ തലേദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലൈറ്റൊക്കെ കാണിക്കാമെന്ന് ഓർത്തുണ്ട്. പിന്നെ തൈക്കാട് കുറച്ച് പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ നൈറ്റ് പോയി കണ്ടു. പപ്പായ്ക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞാൽ അപ്പം മുതലേ പപ്പയുടെ ഫോൺ സ്റ്റോപ്പായിട്ടില്ല, കണ്ടിന്യൂ ഫോൺ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി തിരിച്ചു വന്ന് അതാ പറഞ്ഞത്, ഇതുവരെ അതൊന്ന് എൻജോയ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഈ ജോലി ശരിക്കും കിട്ടി എന്നുള്ളത്. കാരണം 6 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു നീണ്ട കാലയളവാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ വിട്ടേക്കാം അങ്ങനെ ഒരു മൈൻഡ്. പിന്നെ വേറെ ജോലിക്ക് പോകാൻ നോക്കിയിട്ട് നമ്മളായിട്ട് പ്രഷർ ചെയ്ത് പറഞ്ഞിട്ടുമില്ല കേട്ടോ. എന്തായാലും ഇനി പഠിത്തം നിർത്തിക്കോ, ജോലിക്ക് പോയാൽ ഇനി താൽക്കാലിക ജോലി ഒരുപാട് വന്നതാണ്. അപ്പോഴൊന്നും നിർബന്ധിച്ചെന്നാൽ ഇനി പൊക്കോന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ജോലി മതി, പഠിത്തം മതി എന്നും പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടില്ല. പിന്നെ നമുക്കും അറിയാലോ, ഒരാഗ്രഹം ഉള്ളിൽ തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു, നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ ശരിക്കും സിൻസിയറായിട്ട് ഇതിലേക്ക് വന്നത് ഈ ഒരു 5-6 മാസത്തിനകമാണ്. അതിന് മുന്നേ എല്ലാം ഈ പറഞ്ഞ പോലെ 1-2 മാസം പോകും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് ഗ്യാപ്പ് വന്നു. പിന്നെ ഞങ്ങൾ ഒരു 6 വർഷമായിട്ട് ഞാൻ പറഞ്ഞ പിള്ളേർ നല്ലൊരു കുഞ്ഞു ഓർമ്മകളില്ല, നമുക്കൊന്ന് പുറത്ത് പോകാൻ ഒരുമിച്ച് യാത്രയോ ഒന്നും. കാരണം എന്തിനു നോക്കിയാലും ഇച്ചായിക്ക് പഠിക്കണം, അല്ലെങ്കിൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്തു. SSCയുടെ പരീക്ഷ വരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞായിരിക്കും PSCയുടെ പരീക്ഷ വരുന്നത്. ഒരു പരീക്ഷയും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. അത് എനിക്കെന്തോ നമ്മൾ ഓരോ പരീക്ഷകളും അങ്ങനെ തന്നെ കാണാറുള്ളൂ. ഓരോ അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നു തരുന്നത്. ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു, അത് നമ്മുടെ വ്യക്തിപരമായ കാരണമാണ്. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എനിക്ക് ഒത്തിരി ഇവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കതിന് ഒത്തിരി വിഷമമുണ്ട്. എന്നാലും പക്ഷേ ഞാൻ പറയും, മോളെ ഇപ്പം കുറച്ചൊന്ന് പപ്പ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അങ്ങനെ കുട്ടികൾ ഒത്തിരി നാളുകൂടി ഞങ്ങൾ 2 മാസം മുന്നേ ഒരു വേളാങ്കണ്ണി പോകാൻ പ്ലാൻ ചെയ്തു, റിസർവേഷൻ ചെയ്തു. പോകുന്നതിൻ്റെ 1 ആഴ്ച മുന്നെയാണ് പുതിയ എക്സാമിന് ഡേറ്റ്. കറക്റ്റ് ഈ മാർച്ച് 1-നായിരുന്നു SBIയുടെ എക്സാമാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ വരാൻ പറ്റിയില്ല ചെക്കൻ്റെ കൂടെ. പിന്നെ ഞാൻ എന്തായാലും ഇത്രയും ആഗ്രഹിച്ചതല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ, എൻ്റെ ചേച്ചിയും ഫാമിലിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇത്രയും പേരുടെ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടായി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും പോയി ചായ കൂട്ടാതെ ആദ്യമായിട്ട് ഞങ്ങൾ പോയൊരു ട്രിപ്പ്, ആളെ കൂട്ടാതെ ഇങ്ങനെ. എക്സാം എപ്പോഴും ഇങ്ങനെ വരും. അതുകൊണ്ട് ഈ എക്സാം ഉള്ളതുകൊണ്ട് ഇനിയാണേലും പറയുക, ഇപ്പോഴും ആഗ്രഹം ഇനി എഴുതണമെന്നും പറഞ്ഞിരിക്കുന്നത്. ഈ ജോലി കിട്ടിയപ്പോൾ അതൊരു വലിയ സന്തോഷം. എങ്കിലും വിടാൻ എക്സ്റേസർമാരൊക്കെ പ്രത്യേകിച്ചുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർ വന്നു കഴിയുമ്പോൾ അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ചിലവർ ഒരു 2 വർഷം 1 വർഷം കഴിയുമ്പോൾ സ്കിപ്പ് ചെയ്ത് വേറെ താൽക്കാലിക ജോലിക്ക് പോകും. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യുക. ഇനി ഒരുപക്ഷെ താൽക്കാലിക ജോലിക്ക് പോയാലും പരീക്ഷകളെ സ്കിപ്പ് ചെയ്യാതെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അറിയാതെ തന്നെ അവിടെ ആ ഒരു ഇതിൽ നിന്ന് ഔട്ടാകാതിരിക്കും. എനിക്ക് GKയിൽ കുറച്ച് മാർക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പോയി ഒത്തിരി തെറ്റുകൾ വന്നുപോയി അവസാനത്തെ സമയം പോയത്. പക്ഷെ ഞാൻ ഈ PSCയുടെ പരീക്ഷയും SSCയുടെ പരീക്ഷയും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് 12 ഫേസ് 11 എല്ലാം മെട്രിക്കുലേഷൻ, പിന്നെ +2 ലെവലുള്ളത്, പിന്നെ ഗ്രാജുവേഷൻ ലെവൽ, ഇതായത് എക്സാമുകളെല്ലാം എഴുതിക്കൊണ്ട്. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് അതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ GKയുടെ ഒരു ബേസ് നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഒത്തിരിയേറെ മറ്റുള്ള സോഴ്സുകളും
എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കൊന്നും സമയം കിട്ടാറില്ല ഉള്ള കാര്യം പറയാമല്ലോ. സോഷ്യൽ മീഡിയ ഞാൻ ഒന്നും ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ അത്യാവശ്യം യൂട്യൂബ് കാണും, ഇല്ലെന്ന് പറയുന്നില്ല. വാട്സപ്പിലൊക്കെ ഇൻബോക്സ് ഫുള്ളാ, ഒന്നും തുറക്കാറില്ല പൊതുവെ. അല്ല, എനിക്ക് തീർച്ചയായും ഒത്തിരി എങ്ങനെ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് വിശ്വസിക്കാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 6 വർഷത്തിന് ശേഷം ഇത് കിട്ടി. പിന്നെ ഞാൻ നൈറ്റ് ഉറങ്ങിയില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ അതാണ് ഫീൽ ചെയ്തത്. എനിക്ക് എങ്ങനെ അത് അന്നത്തെ രാത്രി എനിക്കറിയത്തില്ല. എനിക്ക് ഒരുപക്ഷെ ജഗദീഷൻ സാറിനെ അന്ന് രാത്രി തന്നെ വിളിക്കണമെന്ന് വെച്ചു. പക്ഷെ എനിക്ക് പുള്ളി എങ്ങനെ ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ മെസ്സേജ് ഇട്ടു, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. അദ്ദേഹം അന്ന് കണ്ടില്ലായിരുന്നു തോന്നുന്നു, ഓഫീസിലായിരുന്നു. അത് ഇനാറ്റോട്ടനിൽ സംഭവിച്ച കാര്യമാണ്. ആറ്റുകാൽ പൊങ്കാലയാണ്. പിറ്റേ ദിവസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം അടവായിരുന്നു. അത് കാരണമാണ് ജഗദീഷൻ സാർ കാണാൻ എന്നോട് പിന്നെ പേഴ്സണലി എന്നെ വിളിച്ചു വന്നു, എന്നാ സാറെ വിളിക്കുക. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ സാറിന് മെസ്സേജ് ഇട്ടായിരുന്നു, പക്ഷെ സാറ് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാറിനെ വന്നപ്പം പോലെ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ എക്സ്-സർവീസുമാരുടെ ഒരു ഒരു സ്വന്തം സഹോദരനോട് പെരുമാറുന്ന രീതിയിലാണ്. മറ്റുള്ളവരെക്കാളും ഞങ്ങളോട് വളരെ അനുകമ്പയോടെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഞങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ മമ്മി കൂടെ ഉണ്ട് കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഇത് എൻ്റെ മമ്മി ശരിക്കും ഈ വിജയത്തിൽ വലിയൊരു താങ്ങായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നയാളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വർക്ക് ചെയ്യുന്നയാളാ. പിള്ളേർ രണ്ടും പഠിക്കാൻ പോകും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും രാവിലെ ഇറങ്ങി പോകുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ചോറ് കെട്ടിത്തരുവേ എന്നാ പറയുന്നത് എല്ലാം ഫുൾ ബാക്ക് ബോൺ ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ മമ്മിയാണ്. ഈ വിജയത്തിൽ തീർച്ചയായിട്ടും മമ്മിക്ക് വലിയൊരു പങ്ക്. എല്ലാ വിജയത്തിനും പുറകിൽ ഒരാളുണ്ടെന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരും ഇച്ചയുടെ അച്ചായനും അമ്മയും ദൂരെ ആയതുകൊണ്ടാണ് കേട്ടോ, ആലപ്പുഴയില. പക്ഷെ പ്രാർത്ഥന കൊണ്ടും മനസ്സുകൊണ്ടും മോൻ്റെ വിജയത്തിനായിട്ട് എന്നും പ്രാർത്ഥിക്കുന്ന അച്ചായനും അമ്മയും, സഹോദരൻ സോബിച്ചൻ, പിന്നെ എൻ്റെ സിസ്റ്റർമാർ 2 പേര്, എല്ലാവരും കിട്ടിയെന്ന് പറയുമ്പോൾ താങ്ക് ഗോഡ് എന്നാണ് പറഞ്ഞത്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല, താങ്ക് ഗോഡ്, ഇനിയെങ്കിലും നമുക്ക് പഠിത്തം സ്റ്റോപ്പ് ചെയ്യാമല്ലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പക്ഷെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പഠനം എന്ന് പറയുന്ന ജീവിതം മരണ അവസാനം വരെ മരിക്കുന്നിടം വരെ പഠിക്കണമെന്ന് തന്നെയാണ്. എൻ്റെ അമ്മാവൻ റിട്ടയർഡ് കേണലാണ്. അദ്ദേഹത്തിന് വളരെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കോമ സ്റ്റേജിലാണ്. അദ്ദേഹം എനിക്ക് വളരെയേറെ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഫാക്ടറായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, സാധാരണ ഒരു പട്ടാളക്കാരനായി കയറി കേണൽ പദവി വരെ എത്തി. അതുപോലെ ഞാനും ഓഫീസർ ആകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മെഡിക്കൽ കണ്ടീഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാരണം ഡ്രോപ്പ് ഔട്ട് ആകേണ്ടി വന്നു. പിന്നെ തുടർന്ന് ആർമിയിൽ സർവീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇവിടെ ആയാലും വന്നിട്ട് അമ്മയുടെ ഓരോരുത്തരും, അമ്മയ്ക്ക് നടുവിന് വേദന, പല പ്രശ്നങ്ങളുണ്ടെങ്കിലും പലപ്പോഴും രാത്രി കട്ടൻ കാപ്പി തിളപ്പിച്ച് തരിക, ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്ത അമ്മയെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ് ഈ അവസരം. മോൻ ജോലി കിട്ടിയിട്ടേ നിർത്തൂ, ഈ പരീക്ഷ എടുത്ത് നിർത്തുള്ളൂ എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും ഞാൻ ചോദിക്കും, മോനെ എന്നാൽ എന്നും ചോദിക്കും പരീക്ഷ എപ്പോഴാണ്. ഉടനെ എന്നോട് ഡേറ്റ് അങ്ങനെ പറയില്ല. എപ്പം നോക്കിയാലും രാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോഴൊക്കെ മോൻ പഠിത്തമാണ്. അപ്പം ഞാൻ ഓർക്കും മരുന്ന് കഴിക്കുന്ന ആളാണ്, ഉറക്കം ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ക്ഷീണമാണല്ലോ എന്നൊക്കെ അറിയാം. എന്നാലും ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, പരീക്ഷ എഴുതി ഞാൻ ജോലി മേടിച്ചിട്ട് നിർത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇവരുടെ ഏജ് പരിധി എത്രയാണ്, ലിമിറ്റ് കഴിഞ്ഞാലെങ്കിലും ഒന്ന് നിർത്തുമെന്ന് പറയാം. അപ്പോഴും ഞാൻ തീരുവല്ല, 2-3 വർഷം കൂടെ കിടക്കുമെന്ന്. ഓരോ പരീക്ഷയ്ക്കും പോകുമ്പോൾ ഞാൻ എന്നും പറയും, മോനെ ഇത് നിന്റെ അവസാനത്തെ പരീക്ഷ ആയിരിക്കും, ഇനി പരീക്ഷ അങ്ങനെ ഒരു താക്കീത് ചൂണ്ടുപറലോടെ ലാലെ ഇത് നിന്റെ ലാസ്റ്റ് എന്നും ഞാൻ പറയും. അന്നേരം എന്നോട് പ്രാർത്ഥിച്ചിട്ട് സ്തുതി ചെല്ലും, മമ്മി ഞാൻ പോയിട്ട് വരട്ടെ. അപ്പം പ്രാർത്ഥിക്കും. എപ്പോഴും ഇവിടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ഇവിടെ എപ്പോഴും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കൊച്ചുമോളുമായിട്ട് എപ്പോഴും ഇവർ തമ്മിലാണ് താരതമ്യ പഠനമൊക്കെ നടത്തുന്നത്. എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പനും മോളും കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു കാലമൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പം വളരെ സന്തോഷം. ജോലി കിട്ടിയിട്ടൊന്നും അത് പറയാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ലാലിച്ചന് ഉറക്കോ ഇല്ല, ഫോണ് ഇതാകുന്നില്ല. ഒരിടത്തോട്ട് പറഞ്ഞു, പുള്ളിക്കങ്ങ് എന്തോ പറയാത്തില്ലാത്ത ആകാംക്ഷ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവത്തിന് ആദ്യമായിട്ട് എല്ലാവരും പറഞ്ഞത് ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. പിന്നെ എവിടെ പോയാലും അന്തോനീസിൻ്റെ ഒരു പ്രത്യേക ഭക്തനാണ്. എവിടെ പോയാലും അന്തോനീസിനെ
അന്തോന്നി സുണ്യാളിനെ കൂട്ടി വിളിച്ചിട്ടേ പോവുള്ളൂ. ദൈവത്തിൽ പിന്നെ എപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെയാണ് പറഞ്ഞത്, സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പൊതി കെട്ടിക്കൊടുത്തു വിടും. എനിക്ക് രാവിലെ 4 പേർക്ക് ഞാൻ പൊതി കെട്ടാറുണ്ട് ഞാൻ പറയും. എന്നിട്ട് എല്ലാവരും ചോദിക്കും മരുമോൻ എന്താ ജോലി എന്ന്. ഞാൻ പറയും അയ്യോ കൊച്ചാ, ഇപ്പം 3 കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞു. മോള് മാത്രമേ ഉള്ളൂ ജോലിക്ക് പോകുന്നത്, ബാക്കി 3 പരീക്ഷയാകുമ്പോൾ തീർച്ചയായിട്ടും ആർക്കും വിഷമം തോന്നുന്ന ഒരു ഭാഗം. കാര്യം ഇത്ര പരീക്ഷകളായി പക്ഷെ എന്തൊക്കെ ഞങ്ങള് പറഞ്ഞിട്ടും തകർന്നിട്ടില്ല. അതാണ് ഈ ലാസ്റ്റ് പറയും മമ്മി മാത്രമേ ഇത്ര പറയുള്ളൂ. ഞാൻ പറഞ്ഞു അവസാനത്തെ വാക്ക് ഞാൻ പറയാം, ഞാനും അടുത്ത് നിനക്ക് എന്നാ പ്രായമാകുന്നതെന്ന് പറയാമോന്ന് ചോദിച്ചു. രാജ്യത്തിന് വേണ്ടി ഇപ്പൊ ആ സർവീസ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി ആൾ സർവീസ് ചെയ്യുകയോ ചെയ്യത്തില്ല എന്നുള്ളതല്ല ഇതിൽ നിന്ന്. കാരണം കുറച്ച് കുട്ടികളുണ്ടായിരിക്കും, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത്, നിങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോകും. ഒരു പരാജയം വന്നെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങളെ തേടി അടുത്ത അവസരം തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ട്രൈ ചെയ്യത്തില്ല. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം 1-2 പരീക്ഷകൾ എഴുതി അത് കഴിഞ്ഞ് അവര് ഡ്രോപ്പ് ഔട്ട് ചെയ്താണ് പോകുന്നത്. അത് ഒരു തെറ്റായ പ്രവണതയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പരാജയമല്ല 300 പരാജയം വന്നാലും നമ്മള് പുറകോട്ടില്ല. ഇടയ്ക്ക് ഒരു 10 മണിയാകുമ്പോഴത്തേനും മമ്മി എനിക്കൊരു കട്ടനിട്ടേക്കാം അതേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയും എടാ മോനെ കുറച്ച് നേരം നിർത്തം മതി പഠിച്ചത്. പക്ഷേ എപ്പോൾ നോക്കിയാൽ ഇത് ഒന്ന് കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പം പഠിത്തത്തില് ഇടയ്ക്ക് പറയാറുണ്ട് ഭൂമിയിലോട്ടൊന്ന് ഇറങ്ങി വരാമോ, ഞങ്ങളെ പോലെ കുറച്ച് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളോടൊക്കെ ഒന്ന് മിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് പറയും ഒന്ന് വരാവോ സാറേ, ഒന്ന് ചോറുണ്ടാവോ, വിളമ്പി വെച്ചിട്ടൊക്കെ വിളിച്ചാലും ചിലപ്പോൾ ഒരു കുറേ വിളിക്കണം ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ. അവിടെ മോക്ക് ടെസ്റ്റിലാണ്, അല്ലെങ്കിൽ ഞാൻ അതിലായിരുന്നു ഇതിലായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും ഭൂമിയിലൊക്കെ ഒന്ന് ഇറങ്ങി വാ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് നോക്ക. കൂടത്തിൽ ഞങ്ങളൊക്കെ 2-3 ജന്മങ്ങളുടെ ഉണ്ട് കൂടെ. എനിക്ക് ഒത്തിരി മറവിയുടെ പ്രശ്നമുണ്ട്. ഞാൻ കാരണം പഠിച്ച കാര്യം തന്നെ വീണ്ടും 3-4 പ്രാവശ്യം പഠിച്ചാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. എന്നാൽ ഈ പരിമിതികളെല്ലാം എനിക്ക് നേരിടാൻ പറ്റിയത് ദൈവാനുഗ്രഹവും പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എനിക്കറിയാവുന്നൊരു അറിയാൻ മേലാത്തൊരു ഒത്തിരി കാര്യമുണ്ട്. പിന്നെ ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് നേടാൻ പറ്റിയത്. പക്ഷെ എന്നാലും നമ്മൾ തോൽക്കുക എന്നുള്ള മനസ്സുകൊണ്ട് മാത്രം ഇരിക്കില്ല. നമ്മൾ എന്തെങ്കിലും വിജയം നമ്മളെ തേടി എത്തും എന്നുള്ളൊരു മനസ്സോടുകൂടി നമ്മൾ പല നല്ല കഥകൾ വായിക്കുമ്പോഴേ അത് മോട്ടിവേഷണൽ ടോക്സുകളോ അല്ലെങ്കിൽ ബുക്കുകളൊന്നും ഇന്നത്തെ കാലത്ത് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മോട്ടിവേഷണൽ ടോക്ക്, പ്രത്യേകിച്ച് APJ അബ്ദുൽ കലാം ഇങ്ങനെയുള്ള ആളുകളുടെ ടോക്കുകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ശരിയാണ്. പിന്നെ നമ്മുടെ ഓരോ സ്ഥാപനത്തിൽ പഠിക്കാൻ പോകുന്ന അവിടുത്തെ ഓരോ കുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനത്തിലെ ഓരോ മെന്റേഴ്സ് ഇങ്ങനെയുള്ള അവരുടെ സപ്പോർട്ടും കൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷം തരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന കുട്ടികളെ, ഞാൻ എൻ്റെ കൂടെ ഒട്ടനവധി എക്സ്പീരിയൻസ് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം 3-4 സർവീസ് 4 വർഷത്തിൽ കൂടുതൽ എഗ്രിമെന്റ് മേടിക്കുന്ന അന്നേരം ഞാൻ അപ്പോഴും അവരോട് പറയും കുഴപ്പമില്ലടാ, നീ വിടണ്ട, നീ കിട്ടിയിട്ട് മാത്രം നിർത്തിയാൽ മതി എന്ന് പറയും. എനിക്ക് അവരോടൊക്കെ നന്ദി പറയാനുണ്ട്. കാര്യം എൻ്റെ കൂടെ ഇറങ്ങിയ ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട്, അവരോടെല്ലാം നന്ദിയോടെ പറയുന്നത്. കാര്യം അവർക്കെല്ലാം എനിക്ക് ഒരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. നിനക്ക് ഇത്രയൊക്കെ പറ്റിയിട്ട് നിനക്കൊന്നും പറ്റത്തില്ല, നിനക്കൊണ്ട് പറ്റുമെന്ന് പറയുക.